ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമമാണ് മാന്നാർ. ഇത് ചെങ്ങന്നൂർ താലൂക്കിൽ ഉൾപ്പെടുന്നു. മാവേലിക്കര, തിരുവല്ല, ചെങ്ങന്നൂർ, ഹരിപ്പാട് എന്നീ നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെയാണ് മാന്നാർ. മാന്നാറിനെ പറ്റി പ്രചാരത്തിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കൃതയുഗത്തിൽ ജീവിച്ചിരുന്ന രഘുവംശത്തിൽപ്പെട്ട മാന്ധാതാവ് ചക്രവർത്തി പ്രജാക്ഷേമത്തിനു വേണ്ടി 100 യാഗങ്ങൾ നടത്തുകയുണ്ടായി. പ്രസ്തുത യാഗത്തിലൊന്ന് തൃക്കുരട്ടി ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു. ഈ യാഗത്തിൽ പ്രസിദ്ധമായ സ്ഥലമായതുകൊണ്ട് അദ്ദേഹം ഈ സ്ഥലത്തിന് മാന്ധാതാപുരം എന്ന് പേര് നൽകി. പിൽക്കാലത്ത് ഇത് ലോപിച്ച് മാന്നാർ എന്ന പേര് പ്രചാരത്തിലാവുകയും ചെയ്തു എന്നാണ് സ്ഥലനാമ ഐതിഹ്യം. ക്രിസ്തുവർഷാരംഭത്തിൽ അറബിക്കടൽ മാന്നാർ ഉപഗ്രാമത്തെ സ്പർശിച്ച് കിടന്നിരുന്നു പോലും. കുരട്ടി, തൃപ്പരന്തുറ, ചാല തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഇതിന് തെളിവാണ്. പ്രദേശത്തെ മണ്ണിന്റെ ഘടനയും ഭൂഗർഭ ലക്ഷ്യങ്ങളും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവയാണ്. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള എണ്ണമറ്റ ശിവക്ഷേത്രങ്ങളും ദ്രാവിഡ ആരാധനാ കേന്ദ്രങ്ങളും ഈ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. ഏറത്ത് മേച്ചേരി ഗ്രന്ഥാവലിയിലുള്ള ഒരു ആധാരചാർത്തിൽ ഈ പ്രദേശത്തിന് മാന്നാർ മംഗലം എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നതായി കാണുന്നു. ക്രോഷ്ടപുരം എന്നത് ലോപിച്ചാണത്രേ കുട്ടമ്പേരുവായത്. 2.5 അടിയോളം ഉയരമുള്ള ബിംബം ശിലയിലല്ലത്രേ. ദർഭയും മണലും അരച്ചു ചേർത്തുണ്ടാക്കിയ ഒരു പ്രത്യേകതരം കൂട്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. ആദിത്യദേവനെ വിഷ്ണുരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാട്ടമ്പലത്തിന് തൊട്ടുകിഴക്ക് വശമുള്ള സൂര്യനാരായണ ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ അപൂർവം സൂര്യക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പവിഴശില കൊണ്ടാണ് ബിംബം നിർമ്മിച്ചിരിക്കുന്നത്. തളിയിൽ വിഷ്ണുക്ഷേത്രം, വൃക്ഷഭശേരിക്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, വൃക്ഷഭശേരിക്കര ഊരുമഠം ഭദ്രകാളി ക്ഷേത്രം, കോട്ടുവിള ഭദ്രകാളി കുടുംബക്ഷേത്രം, മാമൂട്ടിൽ ശ്രീ പരബ്രഹ്മമൂർത്തി ക്ഷേത്രം, കുരട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രം എന്നിവയെല്ലാം ഇതേപോലെ ചരിത്രാംശങ്ങൾ ഏറെയുള്ളതാണത്രേ. ഈ ക്ഷേത്രങ്ങളിൽ പലതും നാനാജാതി മതസ്ഥരും ആരാധന നടത്തിവരുന്നതാണ്. തൃക്കുരട്ടി ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്ത് മുസ്ലിം ജനവിഭാഗം ആരാധന നടത്തിവരുന്നുണ്ട്. ഓമല്ലൂർ വയൽവാണിഭം കഴിഞ്ഞു വന്ന ഒരു മുസ്ലിം വ്യാപാരി കൊള്ളക്കാരിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവത്തിലൂന്നിയ ഐതിഹ്യമാണ് ഇതിന് പിന്നിലുള്ളത്. മുസ്ലിം ദേവാലയങ്ങളിൽ കാലപ്പഴക്കമേറിയതാണ് ഇരമത്തൂർ മുഹിയുദ്ദീൻ പള്ളി. ഇസ്ലാം മത പ്രചാരണാർത്ഥം കേരളത്തിലെത്തിയ മാലിക് ദിനാറും സംഘവുമാണ് ഈ പള്ളി സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മാന്നാർ പുത്തൻപള്ളി ടൗൺ മസ്ജിദ്, പാവുക്കര ജുമാ മസ്ജിദ്, കുരട്ടിക്കാട് മുസ്ലിം പള്ളി, വാവരസ്വാമിയുടെ 13ാം തലമുറയിൽപ്പെട്ട സൈഫുദ്ദീൻ ബഹദൂർ വാവരുടെ കുടുംബം ഈ മാന്നാറിലാണ് താമസിക്കുന്നത്. ഈ ക്ഷേത്രഗ്രാമങ്ങളിൽ തമിഴ് ബ്രാഹ്മണ വിഭാഗം കൂടുതലായി ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഈ ഗ്രാമം കായംകുളം രാജാവിന്റെ അധീനതയിലായിരുന്നു. തന്റെ ജന്മനാളിലും വിശേഷ ദിവസങ്ങളിലും രാജാവ് തൃക്കുരട്ടി ക്ഷേത്ര ദർശനത്തിന് സ്ഥിരമായി വന്നു ചേർന്നിരുന്നു. ഈ സമയങ്ങളിൽ പാർക്കുവാനായി രാജാവ് നിർമ്മിച്ചതാണ് ഇപ്പോൾ ജീർണാവസ്ഥയിലുള്ള കോയിക്കൽ കൊട്ടാരം. മുല്ലശ്ശേരി കടവിൽ നിന്ന് തണ്ടുവെച്ച വള്ളത്തിൽ കൊട്ടാരത്തിലേക്ക് വന്നിരുന്ന ജലപാതയാണ് ഇപ്പോഴത്തെ മണ്ണാത്തറത്തോട്. കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മ മഹാരാജാവും തമ്മിലുണ്ടായ ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന സ്ഥലമാണ് മാന്നാർ പടനിലം. കൊല്ലവർഷം 917 വളരെ തന്ത്രപൂർവ്വം മെനഞ്ഞെടുത്ത മാന്നാർ ഉടമ്പടിയിൽ 2 രാജാക്കന്മാരും ഒപ്പുവെച്ചെങ്കിലും പിന്നീട് കായംകുളം രാജാവിനെ മാർത്താണ്ഡവർമ്മ കീഴടക്കുകയായിരുന്നു. 1903 വെച്ചുവരത്ത് മഠത്തിന്റെ വടക്കേ വരാന്തയിൽ 21 വിദ്യാർത്ഥികളുമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. വിളയിൽ കുടുംബക്ഷേത്രത്തിൽ 1088 മകരം 14 ഞായറാഴ്ച ശ്രീനാരായണ ഗുരു പ്രസംഗിക്കുകയുണ്ടായി. തുടർന്ന് ഒരാഴ്ച സ്വാമിജി അവിടെ താമസിക്കുകയും സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ രൂപമായ വില്ലേജ് യൂണിയൻ രൂപീകരിക്കുന്നത് 1940-ലാണ്. തിരുവിതാംകൂറിൽ അക്കാലത്ത് അനുവദിച്ചിരുന്ന 4-5 യൂണിയനുകളിൽ ഒന്നായിരുന്നു മാന്നാർ. തഹസീൽദാർ ആയിരുന്നു വില്ലേജ് യൂണിയൻ പ്രസിഡന്റ്. ഇപ്പോഴത്തെ സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തുണ്ടായിരുന്ന ഒരു കാറ്റിൽ പൗണ്ട് ആണ് പഞ്ചായത്തിലുണ്ടായ ആദ്യത്തെ പൊതുസ്ഥാപനം. ഗാന്ധി സ്മാരക നിധിയുടെ കീഴിലുള്ള ഖാദി വ്യവസായ കേന്ദ്രങ്ങൾ ഒരു കാലത്ത് കേരളത്തിലെ ഗൾഫ് എന്നറിയപ്പെട്ടിരുന്ന അലിൻഡ്, സ്റ്റിച്ച് ഗിയർ എന്നിവ മാന്നാറിലെ വലിയ മുതൽമുടക്കുള്ള വ്യവസായങ്ങളാണ്. പരമ്പരാഗതമായ ഓട് കൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള വ്യവസായങ്ങൾ മാന്നാറിന്റെ സവിശേഷതയാണ്. സ്വാമിയുടെ കട എന്ന പേരിൽ അറിയപ്പെടുന്ന PRM ലക്ഷ്മണ അയ്യർ അസോസിയേറ്റ്സ് മണികളുടെ നിർമ്മാണത്തിൽ പ്രസിദ്ധമാണ്. മാന്നാർ വെങ്കല വ്യവസായത്തിനും മറ്റ് ലോഹങ്ങൾക്കും പേരുകെട്ടതാണ്. 100 കണക്കിന് പരമ്പരാഗത ചൂളകൾ മാന്നാറിലുണ്ട്. പരമ്പരാഗത തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ചെറുകിട നിർമ്മാണ സ്ഥാപനങ്ങളുണ്ട്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ സന്ദർശിക്കാനും നിർമ്മാണം നിരീക്ഷിക്കുവാനും തുടർന്ന് നിർമ്മിച്ച പുരാവസ്തുക്കൾ വാങ്ങാനും കഴിയും.